കുത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ എവിടെ ഏത് ഭാഗത്ത്? ഈ സൈഡിൽ കൂടി കുത്തിയിട്ട് ഇപ്പറേ വന്നു. ഓ, തുളഞ്ഞു പോയി. തുളഞ്ഞിപ്പറയെത്തി. ഓഹോ. അപ്പം നട്ടലിന് ചെറിയൊരു റാക്കുണ്ട്. ശ്വാസം വിടുമ്പം ഇതിലെ ശ്വാസം പോയിക്കൊണ്ടിരുന്നത് ഈ 2 മുറിയിൽ കൂടി ഞങ്ങളുടെ എടുത്തുകൊണ്ട് പോകാം. ആണോ? ഓ, ശ്വാസം വിടുമ്പോൾ ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത് സൗണ്ടാണ്. തുറന്നിരിക്കുമല്ലേ? തുറന്നിരിക്കുന്നു. 2 സൈഡിൽ എയർ പോകില്ല. ഓർക്കാൻ പറ്റില്ല. അവന് ബോധമൊന്നും പോയിട്ടില്ല. സംസാരിക്കുന്നുണ്ട്. ബ്ലഡ് കണ്ടവാനും പോയി. കാരണം 1 മണിക്കൂറോളം ഇവിടുന്ന് തന്നെ താമസിച്ചു. നമുക്ക് വഴിയറിയാത്ത സ്ഥലത്തൂടി ഇവനെ ചുമന്നുകൊണ്ട് പോയി ഒരു കാറിന് കയറ്റിയിട്ട് ആണ് മാനന്തവാടിയിലെത്തിക്കുന്നത്. 4 പേരും കൂടി മുണ്ടിനകത്ത് കയറ്റിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് മുണ്ടിനകത്ത് കെട്ടിയിട്ട് കൊണ്ടുപോയി. എടുത്ത് തോളത്തിടുമ്പം ഇത് മൊത്തം പോയതല്ല, തുളഞ്ഞല്ലേ. നമസ്കാരം. ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ചേകാടി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഇന്നലെ ഒരു യുവാവിനെ കാട്ടാന ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായി. ചേകാടി പ്രദേശത്ത് വനമേഖലയിൽ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ കാടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പണി നടക്കുന്ന ഒരു റിസോർട്ടിൻ്റെ പ്രവർത്തനങ്ങളുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന ഒരു പണിക്കാരനാണ്. ഈ നാട്ടുകാരനല്ല, പുറത്തുനിന്ന് ഇങ്ങോട്ട് പണിക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടി 3-4 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടുന്ന് പാതിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞ് ഒരൊറ്റയാനാണ്. ആന മതപ്പാടിലാകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. വളരെ അക്രമാസക്തനായിട്ടുള്ളൊരു ആനയാണ്. ഏതായാലും ആൾക്ക് കുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇഞ്ചുറിയുടെ തീവ്രതയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. ആളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. നമുക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് തന്നെ ചോദിച്ച് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ ഒരു റിസോർട്ടിലെ പണിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഫോറസ്റ്റിൻ്റെ പ്രദേശം തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇവർ ആ ഒരു അവർ മാത്രമല്ല മറ്റ് ആൾക്കാരും ഇവിടെ പണിക്ക് വന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? അനിൽകുമാർ. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? 2:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ദൂരത്തിലാണ് സംഭവം നടക്കുന്നത്. ഞങ്ങൾ കടയിലേക്ക് മുറുക്കാൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. കടയിലേക്ക് പറഞ്ഞാൽ പാതിരിക്ക് ഇതിലൊരു പാതിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ ഒരു കടയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്നായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അവിടെ കട ഇന്നലെ തുറന്നില്ല. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഉണ്ട്, അതിലെ അങ്ങോട്ട് നടന്നു പോയിട്ട് മേടിക്കാൻ നടത്ത് പോയതാണ്. റോഡിൽ കൂടി നടന്നങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഇത് നേരെ നിൽപ്പുണ്ട്. റോഡിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. ഇവൻ ഈ കാലിന് ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീലിട്ടിട്ടുണ്ട് മുട്ടിന്. അപ്പോൾ ഇവൻ്റെ കാല് ഇത്രയും മടങ്ങുള്ളൂ. അപ്പോൾ ഇവൻ സൈഡിലേക്ക് ഓടി, ഞങ്ങൾ നേരെ താഴേക്ക് ഓടി. അങ്ങനെ കുത്തി വീണു. തിരിച്ച് പുള്ളിക്ക് ഓടാൻ പറ്റിയില്ല. തിരിച്ച് പുള്ളി പോയിട്ട് ചെല്ലുമ്പോഴത്തേനും കിടക്കുന്നു. കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ? കണ്ടോ? കുത്തുന്നുണ്ട്. സൈഡിൽ നിന്നാണ് കുത്തിയത്. സൈഡിൽ നിന്ന് കുത്തി മറിഞ്ഞു. പുള്ളി ഓടിയപ്പോൾ വീണ വീഴ്ചയിൽ കുത്തിയതാ. എന്നിട്ട് പിന്നെ ചവിട്ടില്ല. പിന്നെ അത് തിരിച്ചുപോയി. ഞാൻ അവിടുന്ന് ഓടി, റേഞ്ചില്ലാത്ത സ്ഥലമാണ്. അവിടുന്ന് ഓടി ഇതിലേ വന്ന് ചാടിക്കിടന്ന് ഇവിടെ വന്ന് നമ്മുടെ മേസ്ത്രീനെയും കൂട്ടിയിട്ട് അവിടെ ചെന്ന് പിന്നെ അവന് വീണ്ടും നിങ്ങൾ തന്നെ പോയി? വീണ്ടും ഞാൻ വീണ്ടും പോയി കഴിയുമ്പോഴത്തേന് ഇത് വീണ്ടും റിട്ടേൺ വന്നു ഈ സാധനം. അപ്പോൾ നിങ്ങളെങ്ങനെ തന്നെ വീണ്ടും അങ്ങോട്ട്? ഇവരവിടെ ഇരിക്കുമല്ലേ, ഇവർ 3 പേരും അവിടെ ഇരിക്കുമല്ലേ. അപ്പോൾ അവനെ എങ്ങനെയും രക്ഷിക്കാന്നുള്ള ഇതിലാണ് അന്നേരം നമ്മുടെ ഇതെല്ലാം പോയി. മൊത്തത്തിൽ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. അവനെ മുകളിലെത്തിക്കുക, റോഡിലേക്ക് എത്തിക്കുക. നമുക്ക് വണ്ടി എവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ലല്ലോ. അവൻ പാലക്കാട്, ഞാൻ എറണാകുളം, ഇത് പാലക്കാട്, അവൻ എറണാകുളം. നിങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നാലും എന്ത് ജോലിയായിട്ട് ബന്ധപ്പെട്ട? ഇന്റീരിയർ വർക്ക്, കാർപ്പൻറ്റേഴ്സ്. ഇപ്പോൾ എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായതേ ഉള്ളൂ. 3 മാസമായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അവിടെ ഇതിൻ്റെ മൊത്തത്തിൽ പണി അപ്പുറം വെച്ച് എടുത്തുകൊണ്ടിരുന്നത്, ഇവരുടെ വീട്ടിൽ വെച്ച്. കാർപ്പൻറ്റർ വർക്ക് അല്ലേ? കാർപ്പൻറ്റർ, ഇന്റീരിയർ വർക്ക്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ്. എത്ര വയസ്സുള്ള ആളാ? 40 വയസ്സ്. ആളുടെ പേര് സതീശൻ അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? അനിൽകുമാർ. ഇത് സുരേഷ് ഏട്ടൻ. പിന്നെ ഷീനു. ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. ഇപ്പം എന്നിട്ട് ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി? കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള. നേരെ അങ്ങോട്ടാണോ? അല്ല, ഇവിടുന്ന് മാനന്തവാടി കാണിച്ചിട്ട് അവിടെ പറ്റിയല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ്. പറ്റിയല്ല അന്ന് തന്നെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ICU ആംബുലൻസിൽ കോഴിക്കോടേക്ക് വിടുകയത്.
സാധാരണ ഇതെല്ലാം ഇട്ട് കൊടുത്ത്. കുത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഏത് ഭാഗത്ത്? ഈ സൈഡിൽ കൂടി കുത്തിയിട്ട് ഇപ്പറേ വന്നു. ഓ, തുളഞ്ഞു പോയി. തുളഞ്ഞിപ്പറയെത്തി. ഓഹോ. അപ്പം നട്ടലിന് ചെറിയൊരു റാക്കുണ്ട്. പിന്നെ മുറിവ് ഇങ്ങനെ വേറെ കുടലിനൊന്നും പറ്റിയിട്ടില്ല. ആന്തരിക അവയവങ്ങൾക്കൊന്നും പറ്റിയില്ല. നട്ടലിന് സൈഡിൽ നിന്ന് വന്നുകൊണ്ട് കയറിപ്പോയി. അപ്പോൾ ഈ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ നട്ടലിന്. വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ലെന്നാണ്. വലിയ ഭാഗ്യമല്ലേ? അത് ദൈവത്തിൻ്റെ ഭാഗ്യം തന്നെയാണ്. ആരുടെയാണോ നമ്മുടെയൊക്കെ ഭാഗ്യമായിരിക്കില്ല. അവൻ രണ്ടാമത് തിരിച്ചു വന്നായിരുന്നു. നമ്മളെ രണ്ടാമത് തിരിച്ചു വന്നേച്ച് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം തീർത്തിട്ട് പോകും. ഇപ്പം രാവിലെ അതിറങ്ങി ആ മെയിൻ റോഡിലുണ്ടായിരുന്നു. ഓ, ഇന്ന് രാവിലെ? ഇന്ന് രാവിലെ. ഞാനെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് അല്ലേ? ഒറ്റയാനല്ലേ? ഈ ആനെ അക്രമകാരിയാണെന്ന് ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞത്. ഇവിടെ ഉള്ളവർ മുഴുവൻ പറയുന്ന അക്രമകാരിയാണെന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് കുറെ ട്രൈബൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? അതൊരു ട്രൈബലിൻ്റെ വീട്. അവരിപ്പം മിനിഞ്ഞാന്ന് കണ്ടെന്ന് പറഞ്ഞു ആ സാധനം അവിടെ വരുന്നത്. വന്നിട്ട് ചിഹ്നം വിളിച്ച് ഇന്ന് രാവിലെ മുതൽ ചിഹ്നം വിളി ഉണ്ടായിരുന്നു. മതപ്പാടിലാണോന്ന് ആയിരിക്കും ഇവിടെ ഉള്ളവർ പറയുന്നു. പക്ഷെ നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. നമ്മൾ ആ റോഡ് നോക്കിയിട്ട് കയറി പോയതാണ് കടയിലേക്ക്. ഇത് ശരിക്കും പോയ വഴി കാട്ടിക്കൂടെയുള്ള വഴി തന്നെയാണ്? കാട്ടിക്കൂടെ. അത് അവരുടെ വഴിയാണ്. ഇവരെ ട്രൈബ്സ് യൂസ് ചെയ്യുന്ന വഴി, ഫോറസ്റ്റുകാരുടെ വഴിയായിരിക്കും. യൂസ് ചെയ്യുന്ന വഴിയായിരിക്കും. പക്ഷെ നമുക്ക് ആ വഴിയല്ലായിരുന്നു, ഇപ്പുറത്തെ വഴി കൂടിയായിരുന്നു കയറിപ്പോണ്ട്. നമുക്ക് വഴി അറിയത്തില്ല. അങ്ങനെ കയറിപ്പോയതാണ്. വഴി മാറിപ്പോയതാ. അങ്ങനെ പറ്റിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്നാ സംഭവിച്ചു. ഇപ്പോഴത്തെ സ്ഥിതി അപകടനില തരണം ചെയ്തെന്നാണ് പറഞ്ഞല്ല സുരേഷ് ഏട്ടാ. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഓപ്പറേഷൻ വേണ്ടെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ വേണ്ടി വരികയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തുളഞ്ഞത് എന്താണെന്നറിയില്ല. മുറിവ് ഉണങ്ങിയിട്ട് ഈ വണ്ണത്തിൽ മുറിവുണ്ട്. കൈയുടെ ഈ വണ്ണത്തിലാണ് മുറിവ്. കൊമ്പിറങ്ങിയിട്ട് ശ്വാസം വിടുമ്പം ഇതിലേ ശ്വാസം പോയിക്കൊണ്ടിരുന്നത് ഈ രണ്ട് മുറിവിൽ കൂടി ഞങ്ങളുടെ എടുത്തുകൊണ്ട് പോകാം. ശ്വാസം വിടുമ്പോൾ ഇതിലേ പോയിക്കൊണ്ടിരിക്കുന്നത് സൗണ്ട് തുറന്നിരിക്കുന്നു. രണ്ട് സൈഡിൽ എയർ പോകില്ല. ഓർക്കാൻ പറ്റില്ലത് കാണാനും. അപ്പം നിങ്ങൾ ഇപ്പോൾ രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയാ അവിടെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുക? ഈ ഒരു അവസ്ഥയിൽ അവന് ബോധമൊന്നും പോയിട്ടില്ല. സംസാരിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡേഞ്ചറായിരുന്നു. ബ്ലഡ് കണ്ടവാനും പോയി. കാരണം 1 മണിക്കൂറോളം ഇവിടുന്ന് തന്നെ താമസിച്ചു. നമുക്ക് വഴിയറിയാത്ത സ്ഥലത്തൂടി ഇവനെ ചുമന്നുകൊണ്ട് പോയി ഒരു കാറിന് കയറ്റിയിട്ട് ആണ് മാനന്തവാടിയിൽ എത്തിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോയി. ആ വഴിക്ക് ഇവിടുന്നുള്ള നേരെ വഴിക്ക് പോയി. 1 കിലോമീറ്ററോളം അങ്ങോട്ട് ചുമന്ന് വേണം. ചുമന്ന് പറഞ്ഞാൽ 4 പേരും കൂടി മുണ്ടിനകത്ത് കയറ്റിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയി. എടുത്ത് തോളത്തിടുമ്പം ഇത് മൊത്തം പോയതല്ല, തുളഞ്ഞല്ലേ. എടുത്ത് തോളത്തിടുമ്പോൾ വേദന സഹിക്കുന്നില്ല. ആദ്യം തോളത്തിട്ടു. നട്ടലിന് പരിക്കുണ്ടെങ്കിൽ ചിലപ്പോൾ തോളത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ തോളല്ലേ. അപ്പം ബ്ലഡും തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ കൃത്യം 2:45 ഉച്ച സമയത്താണ്. ഉച്ചയ്ക്കൊന്നും ഒട്ടും പ്രതീക്ഷിക്കല്ലേ? ഇല്ല. ഇത് അവിടെ നേരെ നിൽക്കുക ഈ സാധനം. നമ്മൾ വർത്താനം പറഞ്ഞല്ലേ പോകുന്നത്. ഇതിനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഇത് നേരെ ഒറ്റ വരവാണ് വന്നത്. ഇവൻ സൈഡിലേക്ക് ഓടി, ഞങ്ങൾ നേരെ താഴേക്ക് ഓടി. അവൻ്റെ പുറകെ തന്നെ ഇത് പോയി. അവന് ഓടാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഫോറസ്റ്റുകാർ എന്താ പറഞ്ഞത്? ഫോറസ്റ്റുകാർ റേഞ്ചർ അവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നും പറഞ്ഞില്ല. പിന്നെ അവർ പറയുന്നത് അവരുടെ കാട്ടിൽ എന്തിനാ കയറിയെന്ന് ചോദിക്കുന്നു. കാട്ടിൽ നിന്നായതുകൊണ്ട് നമുക്ക് മുറുക്കാൻ മേടിക്കാൻ വേണ്ടി പോയ വഴിയാന്ന്, പൊതുവഴിയാന്ന് ഓർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ പോയതാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ 3 മാസം പണിയെടുക്കുമ്പോഴാണെങ്കിൽ ഈ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ ആനയൊക്കെ വരുന്നുണ്ടോ? ഇല്ല. ഈയിടെ അവിടെ ഉണ്ടായിരുന്നു ഇവൻ തന്നെ റോഡിൽ, ഈ ആ ടവറിൻ്റെ അവിടെ ഇതേ സാധനം തന്നെ ആണല്ലേ. ഒറ്റയാന നല്ല കൊമ്പ്, ഏകദേശം നല്ല നീളമുള്ള വലിയ ആന. നാളെ ഫോട്ടോ വല്ലതും ഉണ്ടോ അതിൽ? ഫോട്ടോ മൊബൈലിൽ സുരേഷേട്ടൻ്റെ വാട്സപ്പിൽ ആ ഫോട്ടോ ഇല്ല. അവൻ്റെ വാട്സപ്പ് ഫോട്ടോ ആണുള്ളത്. വാട്സപ്പിൽ പ്രൊഫൈൽ ഫോട്ടോയാണ്.
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 1 മാസമേ ഉള്ളൂ. എന്നിട്ട് 1 മാസത്തിൽ ഒരു 10 ദിവസം വീട്ടിൽ നിന്നുള്ളൂ. എന്നിട്ട് വേണ്ടി തിരിച്ചു കയറി വന്നത്. അമ്മയും അവനും മാത്രം താമസിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴാണ് സങ്കടം. ഫോട്ടോ അല്ലേ? എനിക്ക് ആ ഫോട്ടോ ഒന്ന് തരണേ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുരേഷ്. ഇന്നലെ എന്താ ശരിക്കും സംഭവിച്ചേ? ഇന്നലെ ഞങ്ങൾ കടയിൽ സാധനം ഓടിക്കാൻ പോയിരുന്നു. അപ്പോൾ സംഭവിച്ചത് പെട്ടെന്ന് ആന മുന്നിൽ നിന്ന് ഓടി വന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയല്ലേ? എല്ലാവരും ഒരുമിച്ച് പോയി. ഞങ്ങളെല്ലാവരും തിരിഞ്ഞോടി. ഇവർ സൈഡിലേക്ക് ഓടിപ്പോയി. അതിന് കാലും കൊണ്ട് വയ്യായിരുന്നു. അപ്പം അങ്ങനെ വീണ സമയത്ത് പറ്റുപോയതാണ്. അങ്ങനെ ആന കുത്തിയിട്ട് അങ്ങനെ പോകും. അപ്പം മറ്റേ ആൾ ഇവിടെ തിരിച്ചിങ്ങോട്ട് ഓടി വന്നപ്പോൾ നിങ്ങൾ എത്ര നേരം അവിടെ കാവൽ നിന്നല്ലേ? ഞങ്ങൾ അത്ര നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആന ആ പ്രദേശം ഉണ്ടായിരുന്നു? ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത് തിരിച്ചു വന്നു ആന. ആ സമയത്ത് ഇവർ നമ്മുടെ മേസിനെ വിളിക്കാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളും വിനോദത്തിനെ വിളിക്കാൻ വേണ്ടി വന്നു. ഇങ്ങോട്ട് മേസിനെ വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ തന്നെ അടുത്തുണ്ടായിരുന്നു. രണ്ടാമത് ആന വന്നിട്ടോ നിങ്ങളെങ്ങനെ ഓടിച്ചോ? രണ്ടാമത് ആന കൂടെ വന്നു. പക്ഷെ ഞങ്ങളിങ്ങോട്ട് ഇവർ എല്ലാവരും മാറി വന്നു. ഞാൻ ഇവൻ്റെ അടുത്ത് തന്നെ വന്നു. പക്ഷെ ആന ഇങ്ങോട്ട് വന്നില്ല. ആന അപ്പുറത്ത് കൂടെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോയെന്നെ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നില്ല. 4 പേരും അല്ലേ? അപ്പം നമ്മൾ ഇന്നലെ നടന്ന ആ സംഭവങ്ങളൊക്കെ ഒന്ന് വിവരിച്ച് കേട്ടു. ഇതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു സംഭവം നടന്നത് ഓഫ് കോഴ്സ് ഫോറസ്റ്റിൽ തന്നെയാണ്. ഫോറസ്റ്റിൻ്റെ അകത്ത് വെച്ച് തന്നെയാണ് ഇവർ ഈ പറയുന്ന പോലെ മുറുക്കാൻ മേടിക്കാനങ്ങാണ്ട് ഇവിടുന്ന് ഒരു ഷോർട്ട് വഴിയുണ്ട്. ഈ പാതിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ റിസോർട്ടിലെ പണിക്കായിട്ട് വന്ന ആളുകളാണ്, കാർപ്പൻറ്റേഴ്സാണ്. അവരൊന്നും ഈ നാട്ടിലെ ആളുകളല്ല, ഈ പ്രദേശത്തുള്ള ആളുകളല്ല. ഇവർ പുറത്തുനിന്ന് പാലക്കാട് നിന്നും എറണാകുളത്തു നിന്നൊക്കെ വന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഇവർ 4 പേരും കൂടെ അങ്ങോട്ട് പോയ ഒരു പോക്കാണ്. പോയ വഴിക്ക് അവർക്ക് വഴി തെറ്റിപ്പോയെന്നാണ് അവർ പറഞ്ഞത്. ഒരുപക്ഷെ അവർ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഫോറസ്റ്റിൽ നിന്നാണ് സംഭവം നടന്നത്. അത് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനുമില്ല. കാരണം കാടെന്ന് പറയുന്നത് മൃഗങ്ങൾക്കുള്ളതാണ്. കാട്ടിൽ പോയിട്ട് നമുക്ക് സംഭവിച്ചതിന് നമുക്കിപ്പോൾ ഒന്നും പറയാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. കാരണം നാട്ടിൽ മൃഗങ്ങൾ ഇറങ്ങിയോ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം കെടുത്തുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ കാട്ടിൽ പോയിട്ട് ഒരു അപകടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. കാരണം കാട് മൃഗങ്ങളുടെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പോവുക അല്ലെങ്കിൽ പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് പോകാൻ വഴിയുള്ളൂ. കാട്ടിൽ അതിക്രമിച്ച് കയറാനായിട്ട് പാടില്ല, അത് കുറ്റകരമാണ്. അതേപോലെ തന്നെ കാട്ടിലൂടെ ഉള്ള വഴി കൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് പോവുക എന്ന് മാത്രം. അപ്പോൾ പക്ഷെ എന്തായാലും ഒരു മാനുഷിക പരിഗണന വെച്ച് അദ്ദേഹത്തിന് സംഭവിച്ചതിൽ നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് സംഭവിച്ച ഒരു സംഭവമായിരിക്കാം. ഏതായാലും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപകട നില തരണം ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം കൊമ്പ് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ എത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു ആനയുടെ കൊമ്പൊക്കെ ഒരാളുടെ ശരീരത്തിലൂടെ തുളഞ്ഞ് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലുപ്പമുള്ള ഒരു സംഭവമാണ് ശരീരത്തിലൂടെ കയറുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലായില്ല. അപ്പം അത് നേരിട്ട് കണ്ട ആളുകളുടെ ആ ഒരു മാനസികാവസ്ഥയും അവർ ആ പടം ഒരു വിറയ്ക്കുന്ന പോലെയൊക്കെയാണ് അവർ പറഞ്ഞു വരുമ്പോഴൊക്കെ അവർ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ എടുക്കാനായിട്ടൊന്നും പോയില്ല. ഏതായാലും ഇത്രയും പെട്ടെന്ന് അയാൾ റിക്കവർ ആകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ച് കാട്ടിലും നാട്ടിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് ഇതുപോലെ ആക്രമണം ഉണ്ടാകുന്നതുകൊണ്ട് ഇത് നമ്മൾ ഒരു പുതുമയുള്ളൊരു വാർത്ത പോലും അല്ലാതായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇത് കാട്ടിൽ വെച്ച് നടന്നുകൊണ്ട് നമുക്കതിൻ്റെ അകത്ത് ആനേനെ നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല. കാരണം കാട്ടിൽ ആനയുടെ ആവാസ കേന്ദ്രമാണ് കാട് എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അപകടനില എത്രയും പെട്ടെന്ന് തരണം ചെയ്യട്ടെ, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.